ടീച്ചറിൻ്റെ കുഞ്ഞുമക്കൾക്ക് നമസ്കാരം. പുതിയ വ്യഞ്ജനാക്ഷരവുമായിട്ടാണ് ടീച്ചർ ഇന്ന് വന്നിരിക്കുന്നത്. പഠിച്ചാലോ? വേറൊരു വ്യഞ്ജനാക്ഷരവുമായിട്ടാണ് ടീച്ചർ വന്നിരിക്കുന്നത്. നിങ്ങൾ ബോർഡിൽ എഴുതിയത് നേരത്തെ കണ്ടിട്ടുണ്ടാവും അല്ലേ? ബോർഡിൽ എഴുതിയത് കണ്ടിട്ടുണ്ടാവും. നമുക്ക് ഈ അക്ഷരം ഒന്ന് പഠിച്ചാലോ? പഠിക്കാം. ഓക്കെ, റെഡിയല്ലേ? ഓക്കെ. അപ്പോൾ ഇതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വ്യഞ്ജനാക്ഷരം. ഇത് എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്, എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളത് ടീച്ചർ പഠിപ്പിക്കാം. ശ്രദ്ധയോടെ ഇരിക്കണം കേട്ടോ. നോക്കണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഇത് പഠിച്ചു അല്ലേ? ഇതേതാണ് അക്ഷരം? പ അല്ലേ? ഇവിടെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങോട്ട് കുറച്ച് നീട്ടം പോകണം. കണ്ടോ? എന്നിട്ട് അതേ ലൈനിലൂടെ തന്നെ നേരെ പോയി ഒരുപാട് നീട്ടണ്ട. ഇങ്ങനെ കണ്ടോ? ഇതെന്താണ്? ഇതാണ് നമ്മളിപ്പോൾ പഠിക്കുന്ന ഈ അക്ഷരം. ഒന്ന് ശ്രദ്ധിക്കുക. പായ എഴുതി കാണിച്ചത് ആ വ്യത്യാസം മനസ്സിലാകാനാണ്. കണ്ടോ? പായ ആകുമ്പോൾ നേരെ എഴുതിയാൽ മതി, ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. നമ്മൾ പായ എഴുതി. ഓക്കെ. ഇവിടെ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ഇതേപോലെ തന്നെ നമ്മൾ എടുക്കണം. എന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം. കണ്ടോ? വര ഇങ്ങോട്ട് കൊണ്ടുവന്ന് ആ വരയിലൂടെ തന്നെ പുറകിലോട്ട് ഇങ്ങനെ പോകണം. എന്നിട്ട് എന്ത് ചെയ്യണം? മേലേക്ക്. കണ്ടോ? ഏതക്ഷരമാണ്? ഏതക്ഷരമാണ് വ്യഞ്ജനാക്ഷരം? ച. ഏതാണ്? ച എന്ന് പറഞ്ഞേ. ച. കണ്ടോ? കിട്ടിയോ? ഒന്നുകൂടെ എഴുതി നോക്കിയാലോ നമുക്ക്? പാ വ്യത്യാസം മനസ്സിലാകാൻ എഴുതിയതാണ് കേട്ടോ. പായൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. ഇപ്പം ഈ അക്ഷരം നമുക്ക് ഫോക്കസ് ചെയ്യാം. ഓക്കെ. ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ കൊണ്ടുവരിക. നേരെ ഇങ്ങനെ പോയി ഇങ്ങനെ മേലേക്ക്. കണ്ടോ? ച. ഓക്കെ. ഒന്നും കൂടെ ശ്രദ്ധിച്ചിരിക്കുക. ഇങ്ങനെ എഴുതുക, ഇങ്ങനെ കൊണ്ടുവരണം. കണ്ടോ? ഇങ്ങോട്ട് നീട്ടണം. എന്നിട്ട് ഇങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെ. ഇവിടെ ഇത്ര നീട്ടം വേണ്ട, വന്നപ്പോൾ അങ്ങനെ ആയതാണ്. ശ്രദ്ധിക്കുക. ടീച്ചർ ഇത് മായ്ച്ചിട്ട് ഒന്നും കൂടെ എഴുതാം. അപ്പോൾ ക്ലിയർ ആവും. ഒന്നുകൂടെ നോക്കുക. കേട്ടോ? ഇങ്ങനെ എഴുതാം. നേരെ പുറകിലോട്ട് പോവുക. അധികം പോവണ്ട. നേരെ ഇങ്ങനെ. കണ്ടോ? ഏതാണ് ഈ അക്ഷരം? ച. എന്ന് പറഞ്ഞേ. ച അല്ലേ? ച. ഒന്നുകൂടെ എഴുതട്ടെ ടീച്ചർ? ഒന്നുകൂടെ എഴുതാം. ച. എന്താണ് ഈ അക്ഷരം? ച. എന്ന് പറഞ്ഞേ. ച. ഒന്നുകൂടെ എഴുതി നോക്കിയാലോ? ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഇങ്ങനെ എഴുതാ. പുറകിലോട്ട് പോവുക. ഇങ്ങനെ. ഇതാണ് ച എന്ന് പറഞ്ഞേ. ച. ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എഴുതാം. കണ്ടോ? ഓക്കെ. ഇങ്ങനെ കൊണ്ടുവരിക. ഇങ്ങനെ. ഇവിടെ വരെ മനസ്സിലായല്ലോ? കൈ എടുക്കരുത്. നേരെ ബാക്കോട്ട് പോയിട്ട് ഇങ്ങനെ കൊണ്ടുവരാം. കണ്ടോ? ച. എന്താണിത്? ച. ഇനി ഇതുപയോഗിച്ച് വാക്ക് പഠിച്ചാലോ? ച. ആ
അപ്പം എന്താ? ച ആ ചാ. നമ്മൾ പഠിച്ചതാണല്ലോ. ഇതേതാണ് അക്ഷരം? യാ. ഏതാണ് അക്ഷരം? യാ. അപ്പൊ കൂട്ടി വായിക്കുമ്പോൾ വളരെ എളുപ്പമാണ്. നമ്മൾ എല്ലാ ദിവസവും രാവിലെ കുടിക്കുന്നതാണ്. എന്താത്? യെസ്, ചായ. എന്താണ്? ചായ. ഉണ്ടോ? ച ആ ചാ യ, ചായ. ഉണ്ടോ? ചായ എന്ന് പറയുന്നതിന്റെ അക്ഷരമാണ് ഇത്, അല്ലേ? നമ്മൾ ഓരോ വാക്കുകൾ പറയുമ്പോൾ നമുക്കറിയില്ലായിരുന്നു ഇതാണ് അതിൻ്റെ അക്ഷരം, അല്ലേ? ഈ അക്ഷരമായിരുന്നു അവിടെ ചേർക്കേണ്ടത്, ഈ ചിഹ്നമായിരുന്നു എന്നുള്ളത് നമുക്കറിയില്ല. ഇപ്പം നമുക്കറിയാലോ, അല്ലേ? നമ്മൾ പഠിച്ച് വരുമ്പോൾ പുതിയ അറിവുകൾ നമുക്ക് കിട്ടുന്നുണ്ട്, അല്ലേ? കേട്ടോ? അപ്പോൾ മിടുക്കന്മാരും മിടുക്കികളും ആയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം. അറിവുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? ഓക്കെ, ചായ കിട്ടിയാ? ഏറ്റവും എളുപ്പമുള്ളത് ചായ. ഇനി നമുക്ക് ഇതെന്ത് ചെയ്യാം? ചിഹ്നങ്ങൾ ചേർത്ത് എങ്ങനെ എഴുതാമെന്ന് പഠിക്കാം. ഓക്കെ, വാ. ചിഹ്നങ്ങൾ ചേർത്ത് എങ്ങനെ എഴുതാമെന്നുള്ളത് നമുക്ക് നോക്കാം. വായ. ച ചാ ചി ചീ ചു ചൂ ചൃ ചൃ ച ഋ ചൃ. ഓക്കെ, ചൃ ചേ ചേ ചൈ ചോ ചോ ചൗ ചം ച. കണ്ടോ? ച ചാ ചി ചീ ചു ചൂ ശ്ര ചേ ചേ ചൈ ചോ ചോ ചൗ ചം ച. കണ്ടോ? കിട്ടിയില്ലേ? ഓക്കെ ആണല്ലോ, അല്ലേ? ആവർത്തിച്ച് ഉറക്കെ പറഞ്ഞും എഴുതിയും പഠിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പം നമ്മൾ കുടിക്കുന്ന ചായ അത് എഴുതുന്നത് ഈ അക്ഷരം ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നന്ദി, ശുഭദിനം, ബൈ.